ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിലുള്ള ഒന്ന് രണ്ട് ടിപ്സ് ആൻഡ് ട്രിക്സും അതുപോലെ ഒരു സെക്യൂരിറ്റി സെറ്റിങ്ങിനെ കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ പലവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ അംഗങ്ങളായിരിക്കും. എന്നാൽ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളായിരിക്കും അഡ്മിൻ എല്ലാം. ഇത്തരത്തിൽ നമ്മൾ അഡ്മിനായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുടെ സെക്യൂരിറ്റി എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ സെറ്റിങ്ങിനെ കുറിച്ചാണ് ആദ്യമായി പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ അഡ്മിനായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇത് ഓപ്പൺ ചെയ്യുക. ഇത്തരത്തിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ടാപ്പ് ചെയ്ത് ഇവിടെ ഗ്രൂപ്പ് സെറ്റിംഗ്സ് എന്നതിൽ പോവുക. ഇവിടെ പോയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്രൂവ് ന്യൂ പാർട്ടിസിപ്പൻസ് എന്നൊരു പുതിയ ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്രൂവ് ന്യൂ പാർട്ടിസിപ്പൻ്റ് എന്നത് ഓൺ ചെയ്ത് വയ്ക്കുക. ഇത്തരത്തിൽ ഇത് ഓൺ ചെയ്ത് വയ്ക്കുന്നതിൻ്റെ ഗുണം എന്തെന്നാൽ ആർക്കെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എല്ലാം കിട്ടി അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പിലെല്ലാം ജോയിൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആരെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എല്ലാം കിട്ടി അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അതായത് അഡ്മിൻ്റെ പെർമിഷൻ ലഭിച്ചാൽ മാത്രമാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അഡീഷണലായ ഒരു സെക്യൂരിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻ ആണെങ്കിൽ തീർച്ചയായും ഈ ഒരു സെറ്റിംഗ് ഇത് ഓൺ ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തതായി വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് ട്രിക്സ് നോക്കാം. ഈ ഒരു ട്രിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഗൂഗിൾ എന്നതിൽ പോയതിനു ശേഷം ഇവിടെ ഒരു പിക്ചർ സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനിവിടെ പെറ്റ്സ് എന്ന് കൊടുത്ത് ഇവിടെ ഇമേജ് എന്നത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ എനിക്കിവിടെ കുറേ ഇമേജസ് എല്ലാം താഴേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വരുന്ന ഇമേജ് ഇത് വാട്സപ്പിൽ ഷെയർ ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ ഇത് സേവ് ചെയ്തതിന് ശേഷം അത് ഷെയർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇനി നിങ്ങൾക്ക് വാട്സപ്പിൽ ഇത്തരത്തിൽ ഏത് പിക്ചറാണ് സെൻഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കോപ്പി എന്ന് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ പോയതിന് ശേഷം ആർക്കാണോ ഈ ഒരു മെസ്സേജ് അയക്കേണ്ടത് അതായത് ഈ ഒരു പിക്ചർ അയക്കേണ്ടത് ആ കോണ്ടാക്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ പേസ്റ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഇമേജ് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അതിനുശേഷം ഇത് സെൻഡ് ചെയ്താൽ അവർക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടി ഈ ഒരു ഇമേജ് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്, നമുക്ക് ആരെങ്കിലും വാട്സപ്പിൽ ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഗാലറിയിൽ സേവ് ആകാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഇത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആകണ്ട എങ്കിൽ നമുക്കൊരു സെറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്രൂപ്പിനാണ് ഈ ഒരു സെറ്റിംഗ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ ടാപ്പ് ചെയ്ത് ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ മീഡിയ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഷോ ന്യൂലി ഡൗൺലോഡഡ് മീഡിയ ഫ്രം ദിസ് ചാറ്റ് ഇൻ യുവർ ഡിവൈസ് ഗാലറി എന്ന്. അപ്പോൾ ഇത് ഡിഫോൾട്ടായി യെസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ വരുന്ന പിക്ചേഴ്സ് അതുപോലെ വീഡിയോസ് എല്ലാം നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് പോകാറുണ്ട്. ഇനി നമ്മൾ ഇത് നോ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ ഗ്രൂപ്പിൽ നിന്നും വരുന്ന വീഡിയോ അല്ലെങ്കിൽ ഇമേജസ് ഒന്നും നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് സേവ് ആവുകയില്ല. അതിനാൽ തന്നെ ഇത് നോ എന്ന് കൊടുത്ത് ഓക്കെ എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ വന്നിരിക്കുന്ന ഇമേജസ് എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് മീഡിയ ലിങ്ക്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് പുതുതായി വന്നിരിക്കുന്ന മീഡിയാസ് എല്ലാം കാണാൻ സാധിക്കും. എന്നാൽ ഇത് നിങ്ങളുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് ആഡ് ആവുകയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്